ओहो उसके पैर तोड़ दिया. അച്യുതൻ നായർ സാർ, इसको सस्पेंड न कर दो. കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. അയാളൊരു രക്ഷപ്പെട്ടു താൻ. വേഗം കാർ MLA വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ചെറുക്കനോട് മാപ്പ് പറ. ആണോ? പിന്നെ ആരാ? हो क्यों जाएगा उसके घर माफी किसी मांगने? को माफी मांगने के लिए जा रहा. ഈ പ്രശ്നത്തിന്റെ പേരിൽ ഇത് അഴിച്ചു വെക്കേണ്ടി വന്നാൽ ഞാൻ തയ്യാറാണ്. നന്നായിട്ട് തൂമ്പ എടുത്ത് കളിക്കാൻ അറിയാം സാറേ. वैसे है ना वो सेल्फ रिस्पेक्ट वाला ऑनेस्ट है. മാപ്പൊന്നു പറഞ്ഞാൽ എന്താ തേഞ്ഞു പോകും. ആരുടെ മുമ്പിൽ തല കുനിക്കാൻ എന്നെ ഒക്കെ ശീലിച്ചിട്ടില്ല. ശീലിക്കണ്ട, അനുഭവിച്ചോ. ഇനി എന്ത് അനുഭവിക്കാൻ രമണ? വാശി ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞോളൂ. പോലീസ് ഡ്രൈവർ ആ വണ്ടി അവിടെ വീട്ടിലെത്തിച്ചത്. വാശിയായിരുന്നെങ്കിൽ ഞാനത് സമ്മതിക്കണം. ചേട്ടാ, അങ്ങനെ സംസാരിച്ച് തീർക്കാനുള്ള പ്രശ്നമൊന്നുമില്ല. ഞാൻ ആ ചെറുക്കന്റെ കാല് പിടിക്കണം, അത്രേ ഉള്ളൂ. അതിനാ इसको बस भूख की लगी रहती है. खाने की पड़ी रहती ശരി, है. ഞാൻ 8 മണിക്ക് അത്താഴം കഴിക്കും, സത്യം. ചോറ് കൊടുക്കണേ അവർക്കൊക്കെ. ലത എവിടെ? അവൾ അകത്തുണ്ട്. ഒന്നും കാര്യമാക്കണ്ട. നിങ്ങളുടെയൊക്കെ മുഖം വാടിയിരിക്കുന്ന കാണുമ്പോഴേ അച്ഛന് വിഷമമുണ്ട്. ആ MLA നാറി പറ്റിച്ചളഞ്ഞല്ലോ സാറേ. മെസ്സേജ് രാവിലെ എത്തി. തല വെട്ടാനൊന്നും അല്ലല്ലോ ഓർഡർ. ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഞാനങ്ങ് ശബ്ദമൊന്നും എടുത്തിട്ടില്ല. പിള്ളേരുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇനി എനിക്കൊന്നും നോക്കാനില്ലടോ. इसमें सबटाइटल थोड़ा पीछे चढ़ रहे हैं ना. ഇപ്പൊ തന്നെ റിലീവ് ചെയ്യാം അല്ലേ സാറേ? വിത്തിൻ 24 hours ജോയിൻ ചെയ്യണമെന്നാണ് ഓർഡർ. ഇന്നലത്തെ ഡേറ്റ് ഇട്ട് ഒരാഴ്ച സമയം കിട്ടിയ നമുക്ക് ആരെങ്കിലും കൊണ്ടൊന്ന് പറയിപ്പിക്കുവോ? MLA തന്നെ നേരിട്ട് കണ്ട് പറയോ? സ്റ്റേഷൻ ASI എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അവിടെ ആയിരുന്നു. വെള്ളം കുടിച്ചു എന്റെ അച്യുതൻ നായരെ, താൻ വെറുതെ അങ്ങോട്ടും പോകണ്ട. അവിടെയുള്ള हो गया इसका ट्रांसफर. कोई फोन ही नहीं उठा रहा. उसके सामने पे है फोन फिर भी नहीं उठा रहा. ये पैर आ गया. अच्छा जानबूझ के नहीं उठा रहा. ആരും മരിച്ചില്ലല്ലോ. അത് ശരി. നിങ്ങളുടെ പേരെന്താ? ഹലോ, തല്ലാണല്ലോ, തല്ലി തന്നെ തീരണം. ഏത് ഗ്രൂപ്പാ? ഏത് കീരിയോ പാമ്പോ ആർക്കറിയാം. ഒരുത്തരെങ്കിലും ചത്തങ്ങി അത്രയും ശല്യം തീർന്നു. ഇത് എനിക്ക് അറിഞ്ഞൂടെ. क्या देख रहा? നമസ്കാരം സാർ. अच्छा से वो कर. उसके ऊपर अच्छा गिरने यहाँ वाला होगी ना उसकी पोस्टिंग अब. പണിഷ്മെന്റ് ആണല്ലേ? അതെ. SI അദ്ദേഹം സ്ഥലത്തില്ലേ? SI തന്നെ വേണം. ആരോ തല്ലിയതാ, ഇരുട്ടടിയാ. രാത്രി ഒറ്റയ്ക്ക് മോട്ടോർ സൈക്കിളിൽ പോയതാ. സാവകാശം എല്ലാവരും പരിചയപ്പെടാം. ജോയിന് റിപ്പോർട്ട് എഴുതി തന്നിട്ട് ഒപ്പിട്ടോ. कितने सारे थोड़ा वैसे वाला तीन एरिया. लोग की फोटो लगी हुई है. एक की फोटो गायब है बस. ഞാൻ സമ്മതിക്കില്ല. മൂപ്പര് നേരിട്ടൊന്ന് കീറിക്കളിയും. 2-3 കൊലക്കേസിൽ ശിക്ഷിച്ചിട്ടുള്ളതാ. നല്ല കാശുകാരും. अच्छा जो उसका एरिया है ना बहुत ही खतरनाक क्रिमिनल होगा वो तब. ആ കുടിക്കേ. ാൻ പോണ്ടി വരും. നമ്മളെ ജോലിയല്ലേ. നേരെ ഒരുപാടായി, ഞാൻ പോട്ടെ. ല്ലേ കവല നിരക്കം. പോട്ടെ. അങ്ങേർക്ക് നമ്മളെ ഇഷ്ടപ്പെടാത്ത മാതിരി. നമ്മൾ ഇഷ്ടപ്പെടുന്നതിനാ നമുക്ക് വാടക കിട്ടാ പോലെ.
ഇന്നലെ चाहिए ഒന്നും बस yes है Yes, sir. ഇരിക്കും. വേണ്ട സാർ, ഞാൻ ആശുപത്രിയിൽ പോയിരുന്നു. ഉടനെ അവർ ഓടിപ്പോയി. സാരമില്ല, പേടിപ്പിക്കാൻ ചെയ്തായിരിക്കും. ഇതൊന്നും കണ്ട അച്ഛനാര് പേടിക്കണ്ട. इसका इंटरव्यू नहीं हुआ तब से. अच्छा ये शिफ्ट कर रहे होंगे ना शायद अब भाई, जहाँ उसके पापा की पोस्टिंग हुई. हाँ अच्छा उसको पता नहीं होगा अभी ना. ये भी आ रहा है ना. എന്താ അച്ഛാ ഇത് അച്ഛൻ ട്രാൻസ്ഫറാ. പെട്ടെന്ന് അതൊക്കെ പറയാം. അച്ഛൻ വന്നിട്ടൊരു വിലയില്ലല്ലോ. ആരായിരുന്നാലും എന്റെ മോൻ തന്നെയല്ലേ. അമ്മയ്ക്ക് സന്തോഷായി. പെട്ടെന്നുള്ള ഈ മാറ്റം അമ്മയ്ക്ക് വല്ലാത്ത വിഷമായി. दुखी हो रही है. രാമപുരം അത്ര ദൂരെ ഒന്നും അല്ലല്ലോ. എനിക്ക് എപ്പോ വേണേ കുട്ടികളെ പോലെ മുത്തശ്ശി വരുന്നു. കണ്ണു മോന്തോ ഞങ്ങൾ വന്ന് മുത്തശ്ശി അങ്ങ് കൊണ്ടുപോയില്ലേ അല്ലേ ദേവി? ഞാൻ വരും. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അതും കൂടെ ഒന്ന് കാണും. ഭാരതി ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരണേ. അത് പിന്നെ പറയണോ? എന്റെ അമ്മ അപ്പൊ ഞങ്ങൾ പുറപ്പെടുന്നു എല്ലാവരോടും കൂടെ. വരട്ടെ. ഇവരുടെ ഒക്കെ ഒരു പാട് കണ്ടാലേ ഇതെന്താ നാട് വിട്ടു പോ. അപ്പൊ आधे टेकने. आधे टेकने. ഇരിക്കും. അല്ല വീട്ടുകാർക്ക് എങ്ങനെ? कैसे देख रही है उसको. അളിയോ ഒരു പാവാട കാര്യം നല്ല രസ്യം വിത്ത. ഞാനൊരു നമ്പർ ഇട്ടപ്പോ അവളും തിരിച്ചൊരു നമ്പർ ഇട്ടു. പറഞ്ഞ പൊടിയാ ഈ സൈസാ നോട്ടുണ്ടോ? ഏത് സൈസ്? ഈ പൊക്കോ ഈ വണ്ണോ ഒക്കെ ഉണ്ട്. ഇളയതിന്റെ മൂത്തതിന്റെ ഇടയ്ക്കുള്ളതാ. സീരിയസ് ആയിട്ട് ഇതവന് സ്ഥിരം പറ്റുന്നതാ. നമ്മുടെ ASI ഗോപാലകൃഷ്ണൻ സാറിന്റെ മകനാ സുരേഷ്. സോറി കേട്ടോ, വെരി സോറി. അമ്മയുണ്ട്. അയ്യോ. അതല്ല, നമ്പറും അഭ്യാസം ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടി പറയാ. അയ്യോ സോറി കേട്ടോ, ഞാൻ കാല് പിടിക്കാം. വേണ്ട വേണ്ട. എന്താ പേരെന്ന് പറഞ്ഞ? ചന്തയിൽ കീരിക്കാടനില്ലാതെ മറ്റാർക്കെങ്കിലും മീൻ വാങ്ങി വെക്കാൻ പറ്റുന്നുണ്ടോ? അതും അവൻ പറഞ്ഞ ആശിന് ചൊരിച്ചിട്ട് കൊടുക്കണില്ലേ? ഇവിടെ മാത്രമല്ല മീൻ ചന്ത, ഒരു 5 കിലോമീറ്റർ ഓടി പറയണ ആശു. വന്നിട്ട് ആരെങ്കിലും കണ്ടോണ്ടായോ? അസനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ കച്ചവടക്കാർക്ക് വല്ല പൊല്ലാപ്പുണ്ടായിട്ടുണ്ടോ? ഹൈദ്രോസ് പറഞ്ഞ ഇവനധികം ആയുസില്ല കൊരുതേ. നീ കണ്ടോ, അവനെ വെട്ടി തുണ്ടമാക്കിയില്ലെങ്കിൽ എന്റെ വാപ്പാടെ പേര് ഉസ്മാൻ എന്നല്ല. ये कौन है? ये तो नहीं है जोश. सब ऐसे भी डर रहे उससे. वो भी चला गया. കേട്ടാ നല്ല ഒന്നാന്തരം പോത്ത് ഇങ്ങോട്ട് വന്നാട്ടെ. ഇവിടുന്ന് വാങ്ങിക്കണോ? വാതോരുവില്ല പുതിയടാ ചേട്ടാ. അത് സൂക്കേട് വന്ന് ചത്ത പോത്താ. ഇങ്ങോട്ട് വന്നേ. ദേ നല്ല ഒന്നാന്തര ഇറച്ചി. ഇങ്ങോട്ട് വന്നേ.
जबरदस्ती खींच रहे हैं. നീ നിറച്ച് നിന്നില്ല വിടറ അയാളെ. എന്താടാ കീരിക്കാരന് മാത്രം ഇവിടെ ജീവിച്ചാ മതിയാ. നാ കഥ ആടരുത്. ये योगा सा जोश लग रहा है मेरे को. ബാക്കി കാശ് വീട്ടിലെത്തിച്ചോണം. മാറിക്ക. അടി കണ്ടിട്ട് കാലം എത്രയായി? 2 കൊല്ലം മുമ്പ് കീരിക്കാട് ജോസേട്ടനും മിന്നൽ രാമകൃഷ്ണനും തമ്മിൽ ഒരു അടി കടന്ന് കണ്ടതാ. മിന്നൽ രാമും ചട്ടമ്പിയാണോ? മുമ്പ് ഒരു ഡുഷൻ നിന്ന് പെരുക്കായിരുന്നു. മിന്നൽ രാമു സാറ് തവിടി പൊടിയായി പോയി. പിന്നെ ഇവിടെ നേരെ കോട്ടയ്ക്കൽ ഒഴിച്ചിലിന് പോയിട്ട് ഇങ്ങോട്ട് വന്നില്ല. ശരിയാ അത് മാത്രമല്ല വേറൊരു ദിവസം മതി കേട്ടിട്ട് എന്റെ തല ചെകിടിക്കുന്നു. आगे इंटरेस्टिंग धीरे धीरे. 100,000 കൊടുക്കും. ये तो वही है ना. ये भी गुंडा है पर ये ऐसा छोटे मोटे गुंडा है. ये भी लोगों से रुपए मांग रहा है. पर കൈ ഞാൻ വെട്ടിയില്ലെങ്കിൽ ഈ 5 ദിവസം ഉസ്മാന്റെ മോനല്ല. पैसा भी नहीं है. उससे कोई डर ही नहीं रहा. കത്തി വേണമെങ്കിൽ ഞാൻ റോഡിൽ അറിയും. ആ കുഞ്ഞവിടെ നില്ലെന്ന്. ഇതൊക്കെ അവന്റെ ജാടയല്ലയോ ഉർമിസേ. നടത്തിയില്ലെങ്കിൽ ഈ 5 ദിവസം എങ്ങാനും ജീവിക്കില്ല. എടാ നാക്കിന് നരമ്പില്ലെന്ന് വെച്ച് വായിത്തു എന്ന് പറഞ്ഞ് തല്ലുകൊണ്ട് ഞകണ്ട. കുഞ്ഞിനെന്താ? ഓ പോലീസുകാരനാ ഒരു 10 രൂപ കൊടുക്കല്ലേ. താഴെ ചുമ്മാ ഇവിടെ മാറി. വായിക്കാം. ചുമ്മാ അരിയാണെന്ന് ഓർമ്മ. പറയട്ടെ. കിട്ടണില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിലും വലിയ കാര്യം देखो खाता रहता है. കുടുംബമായിട്ട് हर वक्त बस खाने का उसका. ആയാലും കത്തി കയറിയാ ചാവും. ഇതൊക്കെ കാണുമ്പോ വേറെ വല്ല ജോലിക്കും പോണതാ നല്ലതെന്ന് തോന്നുന്നു. നമ്മളൊക്കെ ആണുങ്ങളല്ലേ സേതു. പിന്നെ ഒരു ആന മതിച്ചു വന്നാലും ഒറ്റയടിക്ക് താഴെയിടാൻ തോന്നും അല്ലേ അമീതെ? പിന്നെ അതൊക്കെ കഴിഞ്ഞു വന്ന പോലീസുകാർ തന്നെയല്ലേ ഇവിടെയും. ഇപ്പൊ ഈ കത്തി കാട്ടി പേടിപ്പിച്ചെന്ന് പറഞ്ഞില്ല ഐദ്രൂസ്. ഇവന്റെ ഒക്കെ ഒരു നേതാവ് ഉണ്ടായിരുന്നു ഇവിടെ, ഹസൻ. അവൻ അതും പട്ടാപ്പകൻ. അയ്യോ എന്നിട്ട് കേസൊന്നും ഉണ്ടായില്ലേ? പിന്നെ കേസില്ലാണ്ട പക്ഷെ തള്ളിപ്പോയി. പിന്നെ 5-6 മാസം കിടന്ന് നീതി വാങ്ങിട്ടാ ചത്ത. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ ജോസ്. खतरनाक है तो. വലിയ വലിയ സ്ഥാനങ്ങളിൽ പിടിപാടുള്ള ആളാണ്. പിന്നെ ഈ പാവപ്പെട്ട പോലീസിനെ ഞങ്ങൾ എന്ത് ചെയ്യാന്നാ പറയുന്നത്? എങ്ങനെ इनकी पोस्टिंग भी वही होनी थी. വെറുതെ ഒന്ന് കാണാൻ. ये वही है ना फिर से पीट रहा हो किसी को. जोश. किसी को पीट रहा क्या ये? हाँ उसको हाँ नहीं था वही वो. छोटा गुंडा जो है. हाँ हाइड्रोस के नाम था उसका. अरे इसके पापा चले गए. सेतु के पापा बीच में. अरे से तो कॉलर को शायद पहली बार किसी ने मारा को उसे. बहुत पैसे है. देख रहा सब तो. सेतु भी वही है ना. काम से टूट दिया उसको. बेहोश हो गया. वही है उसे. ये कौन है? ओ इनके पास वो नहीं है क्या डंडे गन कुछ है नहीं इनके पास क्या? हाँ सेल्फ डिफेंस के लिए.
अब ये जाएगा। ओ ओ अब इसकी खैर नहीं है, वो उसको छोड़ेगा नहीं। डंडे का यूज करके नहीं रही है उसको भी पकड़ना है। उसके सर में मार दिया। मर ना जाए वो ऐसे में। तो खिलाड़ी की डंडा है वो तो लेगा कुछ है। ओ ओहो, उसके पैर तोड़ दिए उसने। दोनों की ढंग से खिलाई ओ उसकी सही मौत में हुई क्या? क्या? कितने खुश हो रहे हैं। सब लोग खुश हो गए। ये मरा तो नहीं होगा अभी वो। तो उसको ऐसे मारना नहीं चाहिए था उसको। ये अगर उसकी मौत होगी तब तो ये बन नहीं पाएगा। रिस्पेक्ट मरा नहीं होगा वो, है तो अभी जिंदा है वो शायद। ഇനിയും റെസ്റ്റ്ലെസ് ആകുകയാണെങ്കിൽ ഒരു ആംപ്യൂൾ കൂടെ കൊടുത്തേക്കും. सब लोग डरते थे इनसे। दोनों एडमिट हो गए। उसने उन दोनों की ढंग से धुलाई। ഓ സാരമില്ല, കോമ്പൗണ്ട് അല്ലേ. ഡോക്ടർ, अच्छा ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് വാശി പിടിക്കുന്നുണ്ട്. എവിടെ കൊണ്ടുപോയാലും ഹെഡ് ഇഞ്ചറിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. ഹീസ് എ ക്രിമിനൽ. कंडीशन खराब है ना। कंडीशन खराब है उसकी, जिसके सर पे नहीं मारी थी उसने। पार्टी करते हैं नाच रहे हैं, सेलिब्रेट कर रहे हैं इस चीज को। से तो उन्होंने हीरो बना दिया वहाँ का। हाँ കുർത്തം കെട്ടാലേ നീ എനിക്ക് ഭ്രാന്ത് പിടിപ്പിക്കും. നീ ആ ചട്ടമ്പികളുടെ കൂടെ ചേരാൻ പോവാണോ? ഞങ്ങളൊരു രസത്തിന് രസ ഗോപാലൻ സാറേ, സേതു ഞങ്ങളുടെ ഫ്രണ്ടാ. സേതുവിന്റെ പേര് കേട്ടാലും ജോസ് കിടുകിട്ട വിറയ്ക്കും. എന്നിട്ട് സേതു ഇവിടെ ജോസ് कितने खुश हो रही है। इसके पापा बहुत सैड है, लेकिन उसके बाबू टेंशन हो गई टेंशन ना। हो गई ना। രമണൻ അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോ ഞാൻ ഉണ്ടായിരുന്നില്ല. ദേവി കിടന്ന് കരച്ചിലോട് കരച്ചില്. ആരെ കണ്ടിട്ട് എന്താ പ്രയോജനം? എല്ലാം പോയില്ലേ. ഛേ, നീ അമ്മൂനേക്കാൾ കഷ്ടായാലും എങ്ങനെയാ അച്ചു? നീയല്ലേ ആ പിള്ളേർ. ഇക്കാലത്ത് കൈ കാശുണ്ടേ കൊലക്കേസൊക്കെ വെറും പെറ്റി കേസാ. ഈ ജോസ് തന്നെ 8-9 പേരെ കൊന്നിട്ടുള്ളവനല്ലേ. ശിക്ഷ സേതുവിടെ എത്തിയിട്ടില്ല. എത്തിയ ആ നിമിഷം कुछ ഞാൻ है സാറിനോട് नहीं ना वो। പറയാം. നമുക്ക് എന്റെ മോൻ നമ്മുടെ മോനാണെങ്കിൽ അവൻ കുറ്റം ചെയ്തവനാ സാർ. അവൾ അറിവില്ലാതെ മകനെ രക്ഷിക്കണമെന്നൊരു അമ്മ ആവശ്യപ്പെടുന്നത് അറിവില്ലായ്മയാണോ? സഹായവും ഞാൻ ചെയ്യാം. പോരെ, സമാധാനമായിട്ട് പോയിക്കോളൂ. ഞാൻ സംസാരിക്കട്ടെ. ചെന്നാൽ
മനസ്സിലായില്ലേ? മനസ്സിലായി. പോണം. അവിടെ ചെന്ന് മറന്നു നിൽക്കണ്ട. മനസ്സിലായില്ലേ? ആ हो गया